السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള ജംഇലെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, നമ്മൾ ഇന്നലെ എടുത്തത് 55-ാമത്തെ ക്ലാസ്. ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് 56-ാമത്തെ ക്ലാസ്സാണ്. 56-ാമത്തെ ക്ലാസ്സിലെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ 55-ാമത്തെ ക്ലാസ്സിലെ വിഷയങ്ങൾ ചർച്ച ചെയ്തു പോരുമ്പോൾ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഉറക്കം തൂങ്ങൽ സംഭവിക്കുകയും അതിന്റെ ഇടയിലൂടെ എന്തൊക്കെയോ ഞാൻ അർത്ഥം വെച്ച് ഇബാറത്തുകൾ തെറ്റിപ്പോയതായി എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞാൻ ഗ്രൂപ്പ് ഓപ്പണാക്കി തുറന്നു നോക്കുമ്പോൾ ആരും അതിനെ പ്രതികരിക്കുകയോ ഇങ്ങനെ തെറ്റുപറ്റിയതായി ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിട്ടില്ല. ഖേദകരമെന്ന് പറയട്ടെ, ആ തെറ്റുമായി അറിയാത്തതിന്റെ പേരിലാണോ മിണ്ടാൻ മടിച്ചതിന്റെ മേലാണോ എന്നറിയില്ല. തെറ്റ് ഏത് വലിയ കൊമ്പനിൽ നിന്നാണെങ്കിലും സത്യത്തിന് വേണ്ടി ചൂണ്ടിക്കാണിക്കുക എന്നതാണ് ഇസ്ലാം. ആ ഒരു നിലപാടിലൂടെ ചെയ്യാൻ മറന്നുപോയതാണെന്ന് ഞാൻ വിചാരിക്കട്ടെ. ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഏതായാലും എനിക്ക് ബോധ്യപ്പെട്ട സ്ഥിതിയിൽ ഞാൻ ആ തെറ്റ് തിരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആ തിരുത്തലോടുകൂടിയാണ് ഇന്ന് ഞാൻ ക്ലാസ് ആരംഭിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖിയാസിനെ കുറിച്ചാണല്ലോ. ഖിയാസിൽ നമ്മൾ പറയുകയുണ്ടായി, ഖിയാസു ഗൈറിൽ ഹജരി അലൈഹി, കല്ല് അല്ലാത്തതിനെ കല്ലിന്റെ മേൽ ഖിയാസാക്കുക. ഫീ ജവാസിൽ ഇസ്തിൻജാഇ ബിഹി, കല്ല് കൊണ്ട് മനോഹരം ചെയ്യൽ ജായിസാണ് എന്ന വിഷയത്തിൽ കല്ല് അല്ലാത്തതിനെ കല്ലിന്റെ മേൽ ഖിയാസാക്കിയിട്ട് എടുക്കും നിയമം. അല്ലതി എങ്ങനത്തെ ജവാസ് ഹുവ അത് റുഖ്സത്തുൻ, അതൊരു ഇളവാണ്. ബി ജാമിയിൽ ജാമിദി ത്വാഹിരിൽ ഖാത്തിഇ, നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള ഉറച്ച സാധനമായിരിക്കുക എന്നതാണ് ജാമിഅ, ഒരുമിച്ച് കൂട്ടുന്ന ഇല്ലത്ത്. ആ ഇല്ലത്ത് ഇതിലും അതിലുമുണ്ട്. അതൊക്കെ വെച്ചിട്ട് കല്ലുമ നസ്സായി വന്നെങ്കിൽ ആ കല്ലുമക്ക് ഖിയാസാക്കിക്കൊണ്ടാണ് കല്ല് അല്ലാത്തതിനെ ഖിയാസാക്കിയിട്ട് നമ്മൾ മനോഹരിക്കാൻ ഉപയോഗിക്കുന്ന മഖീസ് അലൈഹിയിലുള്ള അതേ ഇല്ലത്ത് തന്നെയാണ് മഖീസിനും വന്നത്, ആ നിലപാടിൽ. എങ്കിൽ അവിടെ പറഞ്ഞതിന് ശേഷം അഖ്റജ അബു ഹനീഫ, അവിടുന്ന് ഇങ്ങോട്ട് റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഇങ്ങോട്ടാണ് എനിക്ക് പിഴവ് പറ്റുകയും ഉറക്കം തൂങ്ങിയതായും എന്നിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ ഭാഗം അങ്ങ് തിരുത്തിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഇതിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്, അത് പിന്നെ ലിങ്ക് ചോദിച്ച് മനസ്സിലാക്കുന്നവരുമുണ്ട്. അപ്പോൾ തെറ്റ് പറ്റിയാൽ തിരുത്തണല്ലോ. ആ ഒരു നിലപാടിൽ ഇത് നമ്മിൽ നിന്ന് സതുദ്ദേശമായി അള്ളാഹു സ്വീകരിക്കട്ടെ. അഖ്റജ അബു ഹനീഫ, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു പുറപ്പെടുവിച്ചു, ദാലിക ഗൈറുൽ ഹജർ, കല്ല് അല്ലാത്തതിനെ, അനിൽ ഖിയാസി, ഖിയാസിനെയും തൊട്ട് പുറത്താക്കി. അപ്പൊ ഖിയാസ് പറ്റൂല എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. എന്തുകൊണ്ട്? ബി കൗനിഹി, ഹജർ അല്ലാത്തത് ഫീ മഅനൽ ഹജരി, കല്ലിന്റെ ആശയത്തിലും കല്ലിന്റെ അർത്ഥത്തിൽ തന്നെയാണ് എന്ത് കല്ല് അല്ലാത്തതും. അങ്ങനെ വരുമ്പോ പിന്നെ എന്ത് വേണ്ട, ഖിയാസാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. വസമ്മാഹു, ഈ കല്ല് അല്ലാത്തത് കല്ലിന്റെ മഅനയിലാണ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? നസ്സിൽ പറഞ്ഞത് എന്താ? ത്വാഹിറായ ഉറച്ച സാധനം എന്നല്ലേ. ത്വാഹിറായ ഉറച്ച സാധനം എന്ന് പറയുമ്പോൾ കല്ല് മാത്രമല്ല, അതേ അർത്ഥത്തിൽ വരുന്നതൊക്കെ അതിൽ പെട്ടു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞുകൊണ്ട് ഖിയാസ് ഇല്ലാതെയാക്കിയത്. വസമ്മാഹു, കല്ല് അല്ലാത്തതിന് മൂപ്പര് പേര് വെച്ചു എന്ന് പറഞ്ഞാല് കല്ല് അല്ലാത്തതിന് കല്ലിന്റെ വിധി കൊടുക്കുക, അതാണ് ഹു. കല്ല് അല്ലാത്തതിന് കല്ലിന്റെ വിധി കൊടുക്കുക. അങ്ങനെ വിധി കൊടുത്താൽ അതിന് പറയുന്ന പേര് മൂപ്പര് വെച്ചത് ദലാലത്തൻ നസ്സ് എന്ന, നസ്സിന്റെ ദലാലത്ത് എന്നാ വെച്ചത്. ഓവ അങ്ങനെ ആ പരിപാടി വെച്ചാൽ ഏത് ദലാലത്തു നസ് എന്ന് വെക്കുകയും അങ്ങനെ കല്ലിന്റെ ആശയത്തിൽ വരുന്നതും അർത്ഥത്തിൽ വരുന്നതാണ് കല്ല് അല്ലാത്തതെന്ന് പറയുമ്പോൾ ഓഹുവ, ആ കല്ല് അല്ലാത്തത് ലാ യഖ്റുജു, പുറപ്പെടുകയില്ലല്ലോ, ബിദാലിക, കല്ലിന്റെ മഅനയിൽ ആയിരിക്കുക എന്നതുകൊണ്ട് അന്നോ ഖിയാസിനെ തൊട്ട് എന്താവും, അത് പുറത്തു പോകൂലല്ലോ എന്ന് മറുപടിയും കൊടുത്തു. ഇങ്ങനെയാണ് പേരുള്ളത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് പേര് പറയാനുള്ളത്. എന്ത്
ഇമാം അബു ഹനീഫ തങ്ങള് ഖിയാസിനെ തൊട്ട് കല്ലിനെ പുറത്തടിച്ചു. കല്ലിനെ നമുക്ക് ഖിയാസാക്കിയിട്ട് മറ്റൊന്ന് കൊണ്ടുവരാൻ പറ്റൂല. എന്താ ഹജറിന്റെ അർത്ഥത്തിൽ അതൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. അതിന് ദലാലത്തുൻ നസ് എന്ന് പേര് വെക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ആ കല്ല് അല്ലാത്തത് ഈ പറയുന്ന കല്ലിന്റെ അർത്ഥത്തിലാവുക എന്നതുകൊണ്ട് ഖിയാസിനെ തൊട്ട് പുറത്തു പോവുകയില്ലല്ലോ. അപ്പൊ ഖിയാസ് പറ്റും എന്നല്ലേന്നാ അതിന്റെ മറുപടി. ഇനി ഖിയാസു നഫഖത്തി സൗജത്തി, ഭാര്യക്ക് ചിലവിന് കൊടുക്കണം. അതിനെ ഖിയാസാക്കിയത് എന്തിന്റെ മേല? അൽ കഫാറത്തി, കഫാറത്തിന്റെ മേലാണ്. കഫാറത്തിന്റെ മേൽ സൗജത്തിന്റെ ചെലവിന് ഖിയാസാക്കി. എന്ത് വിഷയത്തില്? ഫീ തഖ്ദീരിഹ, ആ നഫഖത്തിനെ കണക്കാക്കുക. ആരുടെ മേലിൽ? അൽ മൂസിരി, കഴിവുള്ളവന്റെ മേലിൽ കണക്കാക്കുക. എത്ര കണക്കാക്കുന്നത്? ബി മുദ്ദൈനി, 2 മുദ്ദ്. അപ്പൊ 2 മുദ്ദ് കഴിവുള്ളവൻ എന്തു വേണം? ഭാര്യക്ക് ചെലവിന് കൊടുക്കണം എന്ന ഒരു കണക്കിൽ കഫാറത്തിന്റെ മേലാണ് ഖിയാസാക്കിയത്. കമാഫി ഫിദിയത്തിൽ ഹജ്ജ്, ഹജ്ജില് ഫസാദായിൽ ഫിദിയ കൊടുക്കണ്ടേ? ആ ഫിദിയയിലുള്ളത് പോലെയാണ് കഫാറത്തിന്റെ മേൽ ഖിയാസാക്കിയിട്ട് സൗജത്തിന് ചെലവെടുക്കേണ്ടത് കഴിവുള്ളവൻ 2 മുദ്ദാണ്. വൽ മൂസിരി, കഴിവില്ലാത്തവൻ കൊടുക്കേണ്ടത് ബി മുദ്ദിൻ, 1 മുദ്ദാണ്. കമാബി കഫാറത്തിൽ വിഖായി, റമളാൻ മാസത്തിൽ അയാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് കഫാറ നിർബന്ധമാണല്ലോ. റമളാൻ നോമ്പ് മുറിച്ചില്ലേ? അപ്പൊ അയാൾക്ക് കഴിവില്ലെങ്കിൽ 1 മുദ്ദ് എന്നല്ലേ പറഞ്ഞത്? ആ കഫാറത്തിൽ 1 മുദ്ദ് കഴിവില്ലാത്തവൻ കൊടുക്കണമെന്ന് പറയുന്നു എന്നതിന്റെ മേലിൽ കണക്കാക്കി കഫാറത്തിലുള്ളതുപോലെ കഴിവില്ലാത്തവന് ഹജ്ജിന് വിധിയ കൊടുക്കണം. അതിൽ ഉള്ളതുപോലെ പിന്നെന്ത് ചെയ്തു? കഴിവുള്ളവൻ 2 മുദ്ദ് കൊടുക്കണം. ഇങ്ങനെ കണക്കാക്കുന്ന വിഷയത്തിൽ കഫാറത്തിന്റെ മേലിലാണ് ഭാര്യക്കുള്ള ചെലവിന് ഖിയാസാക്കിയത്. അപ്പൊ ഭാര്യക്ക് 2 മുദ്ദ് കൊടുക്കുക, കഴിവുള്ള ആള്. കഴിവില്ലാത്ത ആള് 1 മുദ്ദ് കൊടുക്കുക. എന്താ അങ്ങനെ ഖിയാസാക്കുമ്പോ മക്കീസ് അലയിലുമുള്ളതെന്നാ ബി ജാമി അന്നകുല്ലം മിൻഹുമ നഫഖത്ത് കഫാറത്ത്, ഇവ രണ്ടിലുള്ളത് എല്ലാം മാലുൻ, അത് സത്തല്ലേ, സമ്പത്തല്ലേ. ഭാര്യയ്ക്ക് ചിലവർ കൊടുക്കുന്നതും സമ്പത്താണ്, കഫാറത്തിലുള്ളതും സമ്പത്താണ്. യജിബു, ആ സമ്പത്ത് നിർബന്ധമാകും. ഷറ കൊണ്ട് നിർബന്ധമാകും. ഷറയല്ലേ ഭാര്യയ്ക്ക് ചെറു കൊടുക്കാൻ നിശ്ചയിച്ചത്? കഫാറത്തും ഷറ നിശ്ചയിച്ചതല്ല. അപ്പൊ കഫാറത്ത് ഷറ നിശ്ചയിച്ചപ്പോ അത് മാലിയാണ്. അങ്ങനെ വന്നപ്പോ അതിന്റെ മേൽ ഖിയാസാക്കി സൗജത്തിനുള്ള നഫഖത്ത് എന്ന വയസ്തഖിറു ബിദ്ദിമ്മത്തി, അത് ഉത്തരവാദിത്തത്തിൽ ഉറക്കുകയും ചെയ്യും. കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കുന്നവരെ അത് ഉത്തരവാദിത്തമുണ്ട് എന്നതാണ്. അപ്പോ ആ 2 കാര്യം വെച്ച് നോക്കുമ്പോൾ കഫാറത്തും നഫഖത്തിനും ഒരു മാറ്റമല്ല. അപ്പൊ 2 ഇല്ലത്തൊന്നായി വന്നു. അപ്പൊ ഖിയാസിന് പറ്റും. വഅസ്ലു തഫാവുത്തി മിൻ ഖൗലിഹി തആല, തഫാവുത്തിന്റെ അടിസ്ഥാനം അത് അല്ലാഹു തആലാന്റെ വാക്ക് തന്നെയാണ് അടിസ്ഥാനം. ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅതിന, കഴിവുള്ളവർ കഴിവുള്ളതിനനുസരിച്ച് കൊടുക്കട്ടെ എന്ന് ആയത്തുണ്ടല്ലോ. അതിൽ നിന്ന് വന്നതാണ് തഫാവുത്തിന്റെ ഏറ്റവും വ്യത്യാസം. അപ്പൊ കഴിവില്ലാത്തവൻ 1 മുദ്ദ്, കഴിവുള്ളവർ 2 മുദ്ദ്. അത് ഈ ആയത്തോടെ വ്യക്തമാണല്ലോ. ഓ മനഅഹു ഇബ്നു അബ്ദാൻ, ഇബ്നു അബ്ദാൻ എന്ന് പറയുന്ന ആൾ ഖിയാസിനെ തടഞ്ഞു. മാലം യൗതർ ഇലൈഹി, അതിലേക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത കാലത്തോളം. അപ്പൊ ഖിയാസിലേക്ക് ബുദ്ധിമുട്ട് വരണം എന്നാ പറ്റും, അല്ലെങ്കിൽ വേണ്ട. ലി വുഖൂഇ ഹാദിസത്തിൻ, അതിനിപ്പോ ഉദാഹരണം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? പുതിയൊരു സംഭവം ഉണ്ടായി. ലം യൂജദ് നസ്സും ഫീഹ, ആ പുതിയൊരു സംഭവത്തിൽ നസ്സൊന്നും കാണുന്നില്ല. അങ്ങനെ വരികയാണ് എങ്കിൽ യജൂസു ഖിയാസു ഫീഹ, എങ്കിൽ ആ പുതിയ ഒരു സംഭവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഖിയാസ് പറ്റും. എപ്പോ? ലിൽ ഹാജത്തി, ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ബിഖിലാഫി മാലം യഖഅ, സംഭവിക്കാത്തതിന് എതിരെ. പുതിയ സംഭവം ഉണ്ടായിട്ടില്ല, എന്നാ പിന്നെ വലാ യജൂസു ഖിയാസു ഫീഹി, പുതിയൊരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഖിയാസ് വേണ്ടല്ലോ. അതെന്താ കാരണം? ലിന്ദിഫാഇ ഫായിദത്തിഹി, അതിന്റെ ഫായിദ ഇവിടെ അല്ല. ഫായിദ ഇല്ലാത്തത് കൊണ്ട് നമുക്കെന്ത് വേണ്ട? ഖിയാസും വേണ്ട. കുൽന, എന്നാ നമ്മള് പറയും ഫായിദത്തുഹു, അതിന് ഫായിദ അല്ല എന്നല്ലേ പറഞ്ഞ്. അതിന്റെ ഫായിദ എന്താ അറിയോ? അൽ അമലു ബിഹി, അതുകൊണ്ട് അമല് ചെയ്യലാണ്. ഖിയാസിന് കൊണ്ട് അമല് ചെയ്യലാണ്. ഫീമ ഇദാ വഖഅതു തിൽക്കൽ മസ്അല, അങ്ങനെ ഒരു പുതിയ സംഭവം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ മറ്റുള്ള അസ്ലിലേക്ക് നോക്കിയിട്ട് അതിന്റെ ഇല്ലത്ത് ഇതിലേക്ക് ബാധകമായി വന്നാൽ അതിന്റെ വിധി ഇതിന് കൊടുത്തിട്ട് അമൽ ചെയ്യുക എന്നുള്ളതാണ് ഖിയാസ് കൊണ്ടുള്ള നേട്ടം.
അപ്പൊ നിങ്ങൾ ഫലമില്ല എന്ന് പറയരുതേ, ഖിയാസിൽ ഫലമുണ്ട്. അപ്പൊ ഖിയാസ് ആക്കുന്നത് എന്തിനാണ്? അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇനി മനഹു ഖൗമുൻ, മറ്റൊരു വിഭാഗം തടഞ്ഞത് ഫിൽ അസ്ബാബി, കാരണങ്ങൾ, വസ്സുറൂത്തി, നിബന്ധനകൾ, വൽ മവാനി, തടസ്സങ്ങൾ, ഇതിലൊന്നും പറ്റൂലെന്ന് പറഞ്ഞു. ഖാലു, അവര് പറയുന്നു, ലി അന്നൽ ഖിയാസ ഫീഹ, ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഖിയാസ് യുഖ്രിജുഹ, അവകളെ പുറത്തിയാടിക്കും. എന്തിനെ തൊട്ട്? അന്തക്കൂന കദാലിക, സബബും സുറൂത്തുകളും മവാനിയും അസ്ബാബും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. അതിനെ തൊട്ട് എന്തായി? പുറത്തിയാടിക്കും ഖിയാസ് ഉണ്ടായാൽ എന്ന കാരണം. അതിനെ പുറത്തിയാടിക്കും എന്ന് പറയാൻ കാരണം ഇത് യകൂനുൽ മഅനൽ മുശ്തറക് ബൈനഹ, ഇവകൾക്കിടയിലുള്ള മുസ്തറക്കായ അർത്ഥവും ബൈനൽ മഖീസ് അലൈഹ, മഖീസ് അലൈഹിയായ അവകൾക്കിടയിലും ഇവകൾക്കൊക്കെ ഇടയിലും മഖീസിന്റെ ഇടയിലുള്ള അർത്ഥം എന്താണറിയോ? ഹുവസ്സബബ, അത് സബബാവുക എന്നുള്ളതാ. വശർത്ത, ഷർത്താവുക. വൽ മാനിയ, മാനിയാവുക, തടസ്സം, നിബന്ധന, കാരണം ഇതാവുക എന്നുള്ളതാണ് ഇവകൾക്കിടയിൽ മുസ്തറക്കായ മാന എന്നതാ. ലാ ഖുസൂസുൽ മഖീസ് അലൈഹി അവിൽ മഖീസ്, അല്ലെങ്കിൽ മഖീസിനോ മഖീസ് അലൈഹിക്കോ പ്രത്യേകമാവുക എന്നല്ല. അങ്ങനെയാണ് അതിന്റെ വകുപ്പുകൾ. മഖീസ് അലൈഹി ഇവകളെ ഏതെങ്കിലും ഒന്ന് എന്താവുക? പ്രത്യേകമായി നിൽക്കുക എന്നുള്ളതല്ല. പിന്നെ മുസ്തറക്കായ മായന, സബബ്, ഷർത്ത്, മാനി എന്നതാണ്. ഇതാണ് മാനിയായി പറയാൻ പറ്റാതെ ഖിയാസാക്കാൻ പറ്റൂല എന്ന് പറയുന്നവരുടെ ന്യായം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു മറുപടി തരാലോ. ഉജീബ, ആ പറഞ്ഞതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്ത്? ബി അന്നൽ ഖിയാസ ലാ യുഖ്രിജുഹ അമ്മ ദുക്കിറ, നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്? സബബ്, ഷർത്ത്, മാനിയ ഇതാവുക മുസ്തറക്കാമായ എന്നല്ലേ? അത്തരം കാര്യങ്ങൾ തൊട്ടൊന്നും ഖിയാസാക്കി എന്നതുകൊണ്ട് അസ്ബാബിനെയോ ശുറൂത്തുകളെയോ മവാനിയെയോ പുറത്തു ചാടിക്കൂല. എന്താണ്? വൽ മാന മുസ്തറക് ബിഹി, അതില് ഉള്ളതായ മുസ്തറക്കായ മാന കമാ ഹുവ ഇല്ലത്തുൻ ലഹ, അവകൾക്ക് ആ മുസ്തറക്കായ മാന കാരണമായതുപോലെ അവകൾക്ക് ആ അതിലുള്ള മുസ്തറക്കായ മാന കാരണമാണ്. അസ്ബാബാവാൻ എന്താണ്? ഷർത്താവാൻ എന്താ? മാനിയാനെന്താ? ഇല്ലത്ത്. അതന്നെ ആ ഇല്ലത്ത് ആയതുപോലെ യകൂനു, ആ മുസ്തറക്കായ മാനയാകും ഇല്ലത്തൽ ലിമാ തറത്തബു അലൈഹ, ഇവകളുടെ മേലിൽ തർത്തീബായി തുടർന്നു വരുന്ന വിധികൾ എന്തോ ആ വിധികൾക്കുള്ള കാരണം ആ മുസ്തറക്കായ മാനയാകും എന്നല്ലാതെ അസ്ബാബ്, സുറൂത്ത്, മാനി എന്ന സബബിനെ തൊട്ടോ ഷർത്തിനെ തൊട്ടോ മാനിയെ തൊട്ടോ പുറത്തു ചാടിക്കൂല. അങ്ങനെ നിങ്ങൾ പറയല്ലേ, അത് ശരിയല്ല എന്നർത്ഥം. അപ്പൊ അസ്ബാബാവാനും സുറൂത്താവാനും മാനിയാവാനും എന്താണോ അവകൾക്കുള്ള ഇല്ലത്ത്, അതേ ഇല്ലത്ത് തന്നെയാണ് അതിനാൽ രൂഢമൂലമായി വരുന്ന വിധികളെന്തോ അതിനുള്ളതിനൊക്കെ. അപ്പോ മുസ്തറക്കായ മാന എന്തല്ല? സബബല്ല. പിന്നെന്താണ്? സബബ് ചുറ്റി അതിന്മേൽ നിന്നു എന്നുള്ളതാണ്. ഷർത്തല്ല, ഷർത്ത് ചുറ്റി നിന്നു എന്നുള്ളതാണ്. മനസ്സിലാക്കുക. ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞതല്ല ഇവിടെ മുസ്തറക്കായ മാന. അപ്പോ നിങ്ങളെ വാദം പൊളിച്ചു വിട്ടു. മിസാലുഹു ഫി സബബി, സബബിൽ അതിന്റെ ഉദാഹരണം. അങ്ങനെ ഖിയാസാക്കിയിട്ട് ഉദാഹരണം പറയാം. ഖിയാസുൽ ലിവാത്തി, ലിവാത്ത് എന്ന് പറയുന്നതിനെ അല സിന, സിനയുടെ മേൽ ഖിയാസാക്കി. എന്താ ഖിയാസാക്കാനുള്ള മുസ്തറക്കായ മാനമാണല്ലോ. ബി ജാമി ഈലാജി ഫർജിൻ, ഗുഹ്യസ്ഥാനത്തെ കടത്തിവിടുക. ഫി ഫർജി മുഹറമീൻ, ഹറാമാക്കപ്പെട്ട ഗുഹ്യസ്ഥാനത്തിലൂടെ. എവിടെ ഹറാമാക്കപ്പെട്ടത്? ശറഅൻ, ശറഇലെ. മുഷ്തഹൻ, കണ്ടാൽ ആശിക്കപ്പെടുക. ത്വബഅൻ, പ്രകൃതി. അപ്പൊ പ്രകൃതിയാൽ ആശിക്കപ്പെടുന്ന ശറഇൽ നിഷിദ്ധമാക്കപ്പെട്ട ഗുഹ്യം, ആ ഗുഹ്യത്തിലൂടെ മറ്റൊരു ലിംഗം കടത്തിവിടുക എന്നുള്ളത് സിനയില്. അതേമാതിരി ലിവാത്തിലുമുണ്ട്. അപ്പൊ സിനക്കുള്ളതായ വിധി ലിവാത്തിലുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനാണ് ഖിയാസാക്കി. സബബ് അതാണ്. ആ സബബ് അപ്പോ മനസ്സിലാക്കി നോക്കുക. പറയപ്പെട്ട ഈലാജ്
അത് ലിവാത്തിൽ എന്താണ് ഉറപ്പന്നെയാണ് ഇതിനെ പോലെ. അപ്പോ ആ ജാമ്യം ഉണ്ടായത് കൊണ്ട് എന്ത് ഈ പറഞ്ഞ ഈലാജു ഫർജിൻ ഫി ഫർജിൻ മുഹറമിൻ ശറഅൻ മുസ്തഖൻ തൊബാൻ എന്ന് പറഞ്ഞല്ലോ, അത് ലിവാത്തിലുണ്ട് സിനയിലുള്ളത് പോലെ. അങ്ങനെ വന്നപ്പോ സിനയോട് ലിവാത്തിനെ ചേർത്തു. അപ്പൊ ലിവാത്തിലുള്ള പണി എന്താണ്? സിനയുടെ വിധിയാണ് സ്വവർഗം, സുഖം അല്ലെ, എന്തൊക്കെ അർത്ഥം വെക്കാം, സ്വവർഗ രതിയോ എന്തോ ആവട്ടെ, ലിവാത്തിന്റെ അർത്ഥം പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല, അവിടുന്ന് വിടുകയാണ്. മനഅഹു, ഇനി ഖിയാസ് പറ്റൂല ഖൗമുൻ, മറ്റൊരു വിഭാഗം. എന്തിൽ പറ്റൂല? ഓരോരുത്തർക്കും ഓരോ വകുപ്പുകളല്ലേ, ജം അല്ലേ, ഉസൂലല്ലേ, എല്ലാവർക്കും അസലുണ്ടാവുമല്ലോ, ഒക്കെ നമ്മക്കിത് പഠിക്കുക. ഈ ഉസൂൽ ഇബാദാത്തി, ഇബാദത്തുടെ അടിസ്ഥാന കാര്യത്തിൽ എന്ത് വേണ്ട? ഖിയാസ് വേണ്ട. അങ്ങനെ വരുമ്പോ ഫനഫോ, ഇവർ ഇല്ലാതെയാക്കി ജവാദ് സ്വലാത്തി, നിസ്കാരം ജായിസാകുക എന്നതിനെ ബിൽ ഈമായി, സൂചന നൽകിക്കൊണ്ട്, സൂചന നൽകിയ നിസ്കാരമുണ്ട്, ആ സൂചന കൊണ്ടുള്ള നിസ്കാരം ജായിസ, ആ ജവാസിനെ ഇല്ലാതെയാക്കി. എങ്ങനത്തെ നിസ്കാരം? അൽ മഖീസത്തി, ഖിയാസാക്കപ്പെട്ടതായ എന്തിന്റെ മേൽ? അലാ സ്വലാത്തിൽ ഖാഇദി, ഇരുന്ന് നിസ്കരിക്കുക. ഇരുന്ന് നിസ്കരിക്കുക എന്ന ഒരാൾക്ക് നിയമമുണ്ടല്ലോ, നിൽക്കാൻ കഴിയൂല്ലെങ്കിൽ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ മേൽ ഖിയാസാക്കിയതാണ് ഈമാ കൊണ്ടുള്ള നിസ്കാരം. എങ്ങനെയാ ഖിയാസാക്കാൻ വകുപ്പെന്താ? ബി ജാമിൽ അജ്സി, അശക്തമാകുക എന്നുള്ള ജാമ്യ, നിൽക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ലേ ഖായിദായത്. ഖായിദാവുക എന്നത് അശക്തതല്ലേ, അതുപോലെ ഒരു അശക്തമാകുക എന്നുള്ളതാണല്ലോ സൂചന നൽകി ഇഷാറത്താക്കി നിസ്കരിക്കുക എന്നുള്ളതും അതല്ലേ. അപ്പൊ അജ്സ്, കഴിവ് കേട്, അശക്തനാവുക എന്നുള്ള ഒരു ജാമ്യ രണ്ടിലുണ്ട്. ആ നിലപാടില്ല ഖിയാസ്. അങ്ങനെ ഖിയാസാക്കിയിട്ടുള്ള നിസ്കാരം, ഈമാ കൊണ്ടുള്ള നിസ്കാരം പറ്റുമെന്ന. പക്ഷെ ആ ജവാസ് ഈ ഖിയാസിനെ തടഞ്ഞു. ഖിയാസിനെ തടഞ്ഞ ആളുകൾ ഇല്ലാതെയാക്കി. ഓല് പറഞ്ഞു വേണ്ട, പറ്റൂല, ഖിയാസ് പറ്റൂല, അടിസ്ഥാനപരമായിട്ടുള്ള. ഖാലു, അവര് പറയുന്നത് അങ്ങനെ പറഞ്ഞു. എന്ത്? ലി അന്ന ദവാഇയ, നിശ്ചയമായിട്ടും പ്രേരണകൾ, തതവഫറു, അതെന്താണെന്നറിയാൻ പൂർത്തിയാകും, അലാ നഖ്ലി ഉസൂൽ ഇബാദാത്തി, ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്ത് എന്ന നഖലിന്റെ മേലിൽ തവഫുറായി പൂർത്തിയായി വരുന്നതാണ് അതിന്റെ പ്രേരണകൾ. വമാ യതഅല്ലഖു ബിഹാ, ആ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അതിനെ നക്കൽ ചെയ്യണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ അതിനോട് തവഫുറായി പൂർത്തിയായൊക്കെ വരുന്ന എന്താണ് പ്രേരണകൾ. അതുകൊണ്ടാ ഖിയാസ് പറ്റൂല എന്ന് പറഞ്ഞത്. പിന്നെ അദ്മു നഖ്ലി സ്വലാത്ത് ബിൽ ഈമായി, സൂചനകൾ നൽകി ഇഷാറത്ത് കൊണ്ടുള്ള നിസ്കാരത്തെ നക്കൽ ചെയ്യാതിരുന്നത്. അല്ലത്തി, അത് എങ്ങനത്തതായ നിസ്കാരം? യാ, അത് മിൻ ദാലിക, അത് നമ്മുടെ അസ്ലി ഇബാദത്തിൽ പെട്ടത് തന്നെയല്ലേ, അതാണ്, അത് അസ്ലി ഇബാദത്തിൽ പെട്ടതാണ്. അങ്ങനത്തെ നിസ്കാരം, ആ നിസ്കാരത്തെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? നക്കൽ ചെയ്തിട്ടില്ല. അത് ചെയ്യാതിരുന്നത് യദുല്ലു, അറിയിക്കുന്നുണ്ടല്ലോ, അലാ അദ്മി ജവാസിഹ, ആ നിസ്കാരം ജായിസ് അല്ല എന്നതിന്റെ പേരിൽ. അങ്ങനെ വരുമ്പോൾ ഫലാ യസ്ബുതു ജവാസുക ബിൽ ഖിയാസി, അപ്പൊ ഖിയാസ് കൊണ്ട്, അഥവാ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ മേൽ ഖിയാസാക്കിയിട്ട് ഇങ്ങനെ സൂചന നൽകി നിസ്കരിക്കൽ ജായിസാണ് എന്നുള്ളത് സ്ഥിരപ്പെടുത്താൻ പറ്റൂല ഖിയാസ് കൊണ്ട്. വദാലിക, അതിനെ തടയുന്നത് ബിമൻഇഹി, അതിനെ ഖിയാസിന് മൻആണല്ലോ, ആ മൻഉ കൊണ്ട് അതിനെ തടയുക എന്നുള്ളത് ലാഹിറുൻ, അത് വെളിവായ തന്നെ അല്ലേ. അപ്പൊ ഖിയാസ് ഇല്ലാതെയാക്കിക്കൊണ്ട് ആ ജവാസിനെ എന്താവുക? തടയുക. അങ്ങനെ തടയുക എന്നുള്ളത് ലാഹിറല്ലേ. അപ്പൊ ഖിയാസ് വേണ്ട നീ കൂട്ടല്. അങ്ങനെ പോകുന്നു ആ വാദം. എന്നാൽ വേറൊരു കൂട്ടരുണ്ട്, ഖൗമുൻ, മറ്റൊരു വിഭാഗം തടഞ്ഞത് അൽ ഖിയാസ് അൽ ജുസ്ഇയ്യൽ ഹാജി, ഹാജിയായ ജുസ്. ഞാൻ ഇന്നലെ വായിച്ചിവിടെ ഹാബി എന്നൊക്കെയാണ്, അവിടുന്ന് ഇങ്ങോട്ട് പേച്ച് പോകുന്നതാണ് ഉറക്കം തൂങ്ങിയിട്ടേ. അപ്പൊ തിരുത്തൽ അനിവാര്യമല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും നിങ്ങളോട് ഞാൻ പറയട്ടെ, ഞാൻ എവിടെങ്കിലും പേച്ച അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ ചൂണ്ടിക്കാണിച്ച് തരണം. അത് ഉറക്കിൽ പെട്ടുകൊണ്ടായിരിക്കും. ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ, കിതാബ് അങ്ങനെ തുറന്നു വെച്ച് പറയില്ലേ,
അതിന്റെ ഇടയിൽ തൂങ്ങലുണ്ടാവും. ആ തൂങ്ങലിലേക്കാണ് പലതും പറയാം. അങ്ങനെ പലതും ഇന്നലെ പറഞ്ഞു പോയി, അതുകൊണ്ടാണ് അയച്ച് തിരുത്തേണ്ടി വന്നത്. അപ്പോ ഈ കൂട്ടര് പറഞ്ഞ ഹാജിയായ, ഹജ്ജ് എന്നുള്ളതിന്റെ അർത്ഥം ഹാജി എന്ന് പറഞ്ഞാൽ ഹാജത്തിലേക്ക് ചേർത്തിയ കേട്ടോ, അതുകൊണ്ടാണ് ഹാജി എന്ന് വായിക്കണം. ഹാജിയായ ജുസിഇ, ആ ജുസിയില് ഖിയാസ് പറ്റൂല. അപ്പൊ ഖിയാസൽ ജുസിഇൽ ഹാജി, ആവശ്യമുള്ളതായ, അതായത് മുക്തലയിലേക്ക്, ആ മക്കാമിലുള്ള മുക്തല ഉണ്ടാവും, അവിടേക്ക് തേടുന്നതിലേക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമായി വരുന്ന ഒരു ജുസ കുല്ലല്ല. അങ്ങനെ ജുസിഇയായ ഒരു ഖിയാസ് ഉണ്ട്, ആ ഖിയാസ് പറ്റൂല. അപ്പൊ കുല്ലിയായ ഖിയാസൊക്കെ പറ്റും. അതിനും ഷർത്തുണ്ട്. ഹാജി എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് ചെറയില് അല്ലദീ തദ്ഉൽ ഹാജത്തു ഇലാ മുഖ്തല്ലാഹു എന്നതിന്റെ അർത്ഥമാണ് ഹാജി എന്നൊരു തഫ്സീറപ്പത്. എന്താ ഹാജി എന്ന് പറഞ്ഞാല് മുഖ്തല, ഒന്ന്, ആ ഒന്നിന്റെ മുഖ്തല തേടുന്നത്, അതിലേക്ക് ആവശ്യം ക്ഷണിക്കും. അങ്ങനെ ആവശ്യം ക്ഷണിക്കുന്ന ഒന്ന് ഹാജിയെ. അങ്ങനത്തെ ജുസിഇയായ ഖിയാസ് വേണ്ട. ഇദാലം യരിദ് നസ്സുൻ അലാ വിഫ്ഖിഹി, ഇവിടെ വഖബിനൊക്കെ ഇന്നലെ വായിച്ചു പോയത്, പടച്ചോനെ വല്ലാത്ത ഉറക്കായി പോയി. അതുപോയി ഇന്ന് തുറന്ന് ശ്രദ്ധിച്ചതുകൊണ്ടാണ് എനിക്ക് ബോധ്യമായത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നിങ്ങളത് കേട്ടുകൊണ്ട് ഉടനെ തിരുത്തിത്തരണം. തിരുത്താൻ പറ്റുന്നവർക്ക് അർത്ഥം വെച്ച് തിരുത്തിത്തരാലോ. അപ്പൊ ഞാൻ ഉണർവിലേക്ക് വരും. ഇദാലം യരിദ് നസ്സുൻ അലാ വിഫ്ഖിഹി ഫീ മുഖ്തലാഹു, ആ ഒന്നിന്റെ മുഖ്തല, ആ മുഖ്തലയിൽ എന്ത് വരണം? അത് യോജിക്കുക. ഏത്? ആ ഖിയാസ്. ആ ഖിയാസ് അതിന്റെ മുഖ്തലയിൽ യോജിച്ച് വരലിന്റെ മേലിൽ നസ് വന്നിട്ടില്ല എങ്കിൽ ഖിയാസ് പറ്റൂല, ജുസിഇയായ ഖിയാസ് പറ്റൂല. നസ് വന്നാലോ അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് ഉദാഹരണം ലമാനി ദറഖി, ദറഖി നദിൽ കാണുന്നത് ദറന്ന് ചിലയിടത്തും ഉണ്ട്. എന്തായാലും ദർഇന്റെ ലമാന് പോലെ. എന്താ ദർഇന്റെ ലമാന്? ഒഹുവ, ആ ദർഇന്റെ ലമാൻ എന്ന് പറഞ്ഞാൽ ലമാനു സമനി, വിലക്ക് ഉത്തരവാദിയാവുക. ആര്? ലിൽ മുസ്തരി, വാങ്ങിയ ആൾക്ക്, കൊടുത്ത ആളുണ്ടല്ലോ അയാൾ വിലക്ക് ഉത്തരവാദിയാവണം. എപ്പോ? ഇൻ ഖറജൽ മബീഉ, ഈ വിൽക്കപ്പെട്ടതായ സാധനം പുറപ്പെട്ടാൽ, മുസ്തഹിഖൻ, അത് ഉടമയാക്കി, അത് ഹക്കിനെ തേടുന്ന വിധത്തിൽ പുറപ്പെട്ടാൽ. ഹക്കിനെ തേടുക എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം. അത് ഇനി അയ്ബായിട്ടോ ചുരുക്കം വന്നിട്ടോ ഷർത്തുകൾ പാലിക്കാതെ വന്നിട്ടൊക്കെ ആവാനോ. ആ രീതിയിൽ കച്ചവടം ചെയ്യപ്പെട്ട വസ്തു വന്നാൽ അപ്പൊ വിറ്റ ആള് മുസ്തരിന്ന് വാങ്ങിയ പൈസ തിരിച്ചറിഞ്ഞ് കൊടുക്കേണ്ടി വരും. അതിന്റെ വിലക്ക് ഉത്തരവാദിയാകുക, ഈ ഉത്തരവാദിയാവുക എന്നതാണ് ദറക്ക് എന്ന് പറയുന്നത്. അപ്പോ അൽ ഖിയാസു, ഖിയാസ് യഖ്തദി, തേടുന്നത്, മൻഉ, അതിനെ തടുക്കുക എന്നതല്ലേ. ആ ഖിയാസിനെ അല്ല, മൻഉ എന്ന് പറഞ്ഞാൽ ഏതിനെ തടുക്കുക? ഇവിടെ ലമാനാവുക എന്നുള്ളതിനെ തടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ലി അന്നഹു, നിശ്ചയം കാര്യം, ലമാനു മാലം യജിബ്, നിർബന്ധമില്ലാത്തൊരു ലമാനാണത്. അതുകൊണ്ടാണ് ഖിയാസ് അതിനെ മൻഇനെ തേടുന്നു. അപ്പൊ ഈ ഭാഗത്തിൽ ഖിയാസ് പറ്റൂല എങ്കിൽ അലൈഹി, ഈ പറഞ്ഞ മൻ അഥവാ ഖിയാസ് പറ്റൂല എന്നതിന്റെ മേലിലാണ് ഇബ്നു സുറൈജും കൂട്ടരൊക്കെ ഉള്ളത്. ഇബ്നു സുറൈജ് ഉള്ളത്, കൂട്ടരില്ല. എങ്കിൽ അവിടെ വിലപ്പെട്ട അഭിപ്രായം നമുക്ക് വെക്കണ്ടേ? വല്ല സഖോ, വിലപ്പെട്ട അഭിപ്രായമാകുന്നത് സിഖത്തുഹു, ആ ലമാന് ശരിയാണ്. അപ്പൊ എന്ത് പറ്റും? ഖിയാസ് പറ്റും, മൻഉ ചെയ്യണ്ട. എന്താ? ലിഉമൂമിൽ ഹാജത്തി ഇലൈഹി, അതിലേക്ക് ആവശ്യം ആമാണ്, ഖാസല. എന്തിലേക്ക്? ആ ലമാനിലേക്ക് ആവശ്യം എന്താണ്? ആമായി വന്നു. ലിമുആമലത്തിൽ ഖുറബാ, വിദേശികളോടും വഗൈരിഹിം, അല്ലാത്തവരോടും ഇടപാട് നടത്തുക. ഇങ്ങനെ ഇടപാടിലേക്ക് അതിലേക്കുള്ള ആവശ്യം ആമായി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഖിയാസ് പറ്റും, അസക്ക്. ലാക്കിൻ, പക്ഷേ, ബഅദ ഖബളി സമനി അല്ലദീ ഹുവ സബബുൽ വുജൂബി, ലമാനിനെ നിർബന്ധമാക്കുന്ന കാരണം എന്താണ്? വില വാങ്ങണം. ആര്? ബാഇ, മുസ്തരി വില വാങ്ങണം. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് അത് നിർബന്ധമാവുകയുള്ളൂ. എവിടെ? ഹൈസു യഖ്റുജുൽ മബീഉ, വിൽക്കപ്പെട്ട സാധനം പുറപ്പെട്ട സമയത്ത്, മുസ്തഹിഖൻ, അതിൻ്റെതായ ആ നിലപാട്, ഹക്കിനെ തേടുന്ന രീതിയിൽ. ഹക്കിനെ തേടുക എന്ന് പറഞ്ഞാല് അയ്ബുണ്ടായി,
അല്ലെങ്കിൽ വളരെ മോശത്തരം എന്തെങ്കിലുമൊക്കെ ഉണ്ടായി, ഇതാണ് അക്കനത്തെ വിടുക. ഈ വിധത്തിൽ വിൽക്കപ്പെട്ട സാധനം പുറത്തു വന്നാൽ അതിന്റെ വില വാങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് കാരണം. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ മുസ്തരിക്ക് അത് കൊടുക്കൽ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇവിടെ ഖിയാസ് ശരിയാകൂലേ? ശരിയാകും. പിന്നെ ശരിയാകൂല എന്നുള്ളത് എന്തിനു പറയണ? വൽ മിസാലു ഗൈരി മുതാബിഖിൻ. ഇനി ത്വാബിഖ് മുതാബിഖ് അല്ലാത്ത മിസാലേ ഒൽ മിസാലു, നിങ്ങൾ കൊടുത്ത ഈ ഉദാഹരണം വൈറു മുതാബിഖിൻ, ഈ പറഞ്ഞ വിഷയവുമായി യോജിക്കാത്തതാണ്. അപ്പൊ നിങ്ങളെ ഉദാഹരണവും ശരിയല്ല, നിങ്ങളെ ഇല്ലത്തും ശരിയല്ല, നിങ്ങൾ മന്നി ചെയ്തതേ ശരിയല്ല എന്നപ്പോ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഫഇന്നൽ ഹാജത്ത, കാരണം ആവശ്യം, ദാഇയത്തും ഫീഹി, അതിലുള്ളതായ ആവശ്യം ക്ഷണിക്കുന്നത്, ഇലാ ഖിലാഫിൽ ഖിയാസി, ഖിയാസിന് എതിർ ഉള്ളതിലേക്കാണ് നിങ്ങൾ പറഞ്ഞ ആ ഉദാഹരണത്തിലുള്ള ആവശ്യം ക്ഷണിക്കുന്നത്, അല്ലാതെ ഖിയാസിനെ തടയുന്നതിലേക്കല്ല. എന്താ ഇബാറത്തിന്റെ പിടുത്തം? തല വേണം ഉസ്താദുമാരെ. ഇത് നമ്മൾ കരുതിയമാരി അർത്ഥം വെച്ചു പോയാല് ആകെ ആപ്പിലാവും. ഇപ്പൊ എന്താ ഇവര് കൊണ്ടുവന്ന ഈ ഖിയാസിനെ ചെയ്തു, ആ ചെയ്തിലപ്പോ ഈ ഉത്തരകപാടെ കൊടുത്തത്. ഇനി അതിനൊരു വ്യാഖ്യാനം കൊടുക്കുക. ഇല്ലാ ഐ യുഫസ്സറ ഖൗലുൽ ഹാജിയു, മുസന്നിഫ് ഇവിടെ ഹാജിയു എന്ന് പറഞ്ഞു. ഹാജിയു എന്ന് പറഞ്ഞതിന് ഒരു വ്യാഖ്യാനം കൊടുക്കുക. ഇങ്ങനെ ബിമാ തദുൽ ഹാജത്തു ഇലൈഹി ഔ ഇലാ ഖിലാഫിഹി, ഖിയാസിലേക്ക് ഒന്നിലേക്ക് ആവശ്യമാകും, അല്ലെങ്കിൽ ആ ഒന്നിന്റെ എതിരിലേക്ക് ആവശ്യമാകും, അങ്ങനത്തെ ഒന്നുകൊണ്ട് എന്ന് വെക്കണം ഹാജി എന്ന ആ പദത്തിന് വ്യാഖ്യാനം. അങ്ങനെ വെക്കുകയാണ് എങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം ശരി അല്ലെങ്കിൽ ശരിയല്ല. വാസ്തവത്തിൽ മുസന്നിഫ് കൊടുത്ത വ്യാഖ്യാനം എന്താ അവിടെ കൊടുത്തത്? സാരി അല്ലദീ തദുൽ ഹാജത്തു ഇലാ മുഖ്തല്ലാഹു എന്നല്ലേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ മാനി നടത്തിയ ആളുകളുടെ ഉദാഹരണം ശരിയല്ല, ഇല്ലത്തും ശരിയല്ല, പൊളിച്ചടുക്കി. അപ്പൊ സഹിയാണ്, ഖിയാസ് പറ്റും എന്നായി. ഇന്നൽ മസ്അലത, ഈ പറഞ്ഞ മസ്അല ഉണ്ടല്ലോ, എവിടുന്ന് പോന്നറിയോ? മൗഖൂദത്തുൻ, അത് പിടിക്കപ്പെട്ടത് മിൻ ഇബ്നു വക്കീൽ. ഇബ്നു വക്കീൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് പിടിച്ചെടുത്തതാ. വഖദ് ഖാല, ഇബ്നു വക്കീൽ പറയുന്നു, ഖായിദത്തുൻ, ഇതൊരു പ്രത്യേക കായിദയാണ്. എന്താ പറയുന്നത്? അൽ ഖിയാസുൽ ജുസ്ഇയ്യു, ജുസ്ഇയ്യായ ഖിയാസ്, ഇദാലം യരിദ് മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളിൽ നിന്ന് വാരിദായിട്ടില്ല എങ്കിൽ, ബയാൻ, ഒരു വിശദീകരണം, അലാ വിഫ്ഖിഹി, ആ ജുസ്ഇയായ ഖിയാസിനോട് യോജിച്ച് ഒരു വിശദീകരണം വന്നിട്ടില്ല എങ്കിൽ, എന്തോടൊപ്പം മഅ ഉമൂമിൽ ഹാജത്തി ഇലൈഹി, അതിലേക്ക് ആവശ്യം ആമാണ്, ഫീ സമാനിഹി, റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അതിലേക്ക് എന്താണ്, ആ വിശദീകരണത്തിലേക്ക് എന്താ ഹാജത്ത് ഹാമാണ്, അതോടൊപ്പം തന്നെ ഒരു വിശദീകരണം ആ ജുസ്ഇയായ ഖിയാസിനോട് യോജിച്ച് വന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഉമൂമുൽ ഹാജ ഇലാ ഖിലാഫിഹി, അല്ലെങ്കിൽ ആ ജുസ്ഇയായ ഖിയാസിന് നേരെ എതിരിലേക്ക് ആവശ്യം ആമായി വന്നതാണ്, അതോടുകൂടെ ഒരു ബയാൻ നബി എന്ന് വന്നിട്ടില്ല എങ്കിൽ, ഇതൊക്കെ ഇബ്നു വക്കീൽ പറയാട്ടോ. ഹൽ യുഅമലു ബിദാലിക ഖിയാസു ഫീഹി, എങ്കിൽ അൽ യുഅമലു ബിദാലികൽ ഖിയാസ് ഫീഹി, ആ ജുസ്ഇയായ ആ കാര്യത്തിൽ നബി തങ്ങളെ തൊട്ട് വാരിദായിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഖിയാസ് അങ്ങനെ വെക്കണം, അത് തെറ്റാ. ഹൽ യുഅമലു ബിദാലികൽ ഖിയാസ്, എന്നാൽ ഈ ജുസ്ഇയായ ഖിയാസ്, അത്തരമൊരു ഖിയാസ് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റുമോ? ഫീഹി ഖിലാഫൻ, മൂപ്പര് പറഞ്ഞു അതിൽ ഖിലാഫുണ്ടെന്ന്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു വദക്കറ ലഹു, അതിന് മൂപ്പര് അഥവാ ഇബ്നു വക്കീൽ പറഞ്ഞു സുവറൻ, കുറെ രൂപങ്ങൾ പറഞ്ഞു തന്നു. ആ രൂപങ്ങൾ പറഞ്ഞു തന്നപ്പോൾ മിൻഹ, ആ രൂപങ്ങളിൽ പെട്ടതാണ് ലമാനുദ്ദർക്ക്. ലമാനുദ്ദർക്ക് എന്ന് ഇവിടെ ഖിയാസ് ജുസ്ഇയായ ഖിയാസ് പറ്റൂല എന്ന് പറഞ്ഞവർ കൊടുത്ത ഉദാഹരണം, ആ മസല വേറെ അടിസ്ഥാനാണ് ഷാരി വിശദീകരിക്കുന്നത്. ദക്കറഹു, അത് ഇബ്നു വക്കീൽ പറഞ്ഞ ഉദാഹരണമാണ്. കമാ തഖദ്ദമ, ഏതുപോലെ
നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ലമാനി ദർക്കിന് ഉദാഹരണം പറഞ്ഞില്ലേ. അപ്പൊ മത്തിനിൽ കാണുന്ന ലമാനു ദർക്കിന്റെ ഉദാഹരണവും ഇവിടെ ഹാജിയായ ജുസിയ ഖിയാസ് പറ്റൂല. അത് ഖിയാസ് മുഖ്തളയിൽ ഖിയാസിനോട് യോജിച്ചൊരു നെസ് വന്നിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞത് ഇബ്നു വക്കീൽ പറഞ്ഞ വാക്കിൽ ആ വാക്ക് നമ്മൾ പറഞ്ഞല്ലോ, അതിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. വഹുവ മിസാലുൽ സിഖ്ഖി സാനി മിനൽ മസ്അലത്തി. വാസ്തവത്തിൽ ആ കൊടുത്ത ഉദാഹരണം എന്തിനാവേണ്ടതാണ്? ആ പറഞ്ഞ മസ്അലയിൽ രണ്ടാമത്തെ സിഖ്ഖിനാവേണ്ടതാണ്. രണ്ടാമത്തെ സിഖ്ഖ് ഏതാണെന്നറിയോ? മുഖ്തള, ഖിയാസിന്റെ മുഖ്തള. ആ മുഖ്തളയിലെ ഖിലാഫിലേക്ക് ആവശ്യമാകുന്നത് അതിലേക്കാണ് ആ ഉദാഹരണം ശരിയാവുക. ഖിലാഫിലേക്ക് പറ്റും ലമാനി ദർക്കിയത്. അപ്പോ ഖിയാസ് പറ്റൂല, ജുസിയ ഖിയാസ് പറ്റൂല എന്ന് നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ കൊടുത്ത ഉദാഹരണം ഇപ്പൊ ശരിയല്ല എന്നാണ് പറയുന്നത്. മിൻഹ, അതേമാതിരി ആ രൂപങ്ങളിൽപ്പെട്ടതാണ് വഹുവ മിസാലു ലിൽ അവൽ, ആദ്യത്തതിന് ഉള്ള മിസാല്. ആദ്യത്തത് ഏതാണ്? മുഖ്തള. ആ മുഖ്തളയിലേക്ക് ആവശ്യമാകുന്നത് എന്നതാ. ആ മുഖ്തളയിലേക്ക് ആവശ്യമാവുക എന്നുള്ളതാണ് ആദ്യത്തേത്. അതിന് പറ്റുന്ന മിസാലാണ് ലമാനു ദർക്ക് എന്ന് വെക്കുക. അല്ല, ലമാനു ദർക്ക് രണ്ടിന് വെച്ചു. പിന്നെ ആ രൂപങ്ങളിൽപ്പെട്ടതാണ് അവലിനുള്ള മിസാല്, അഥവാ ആ മുഖ്തളയിലേക്ക് ആവശ്യമാകുന്ന മിസാല്. അതിപ്പോ ഏതാ? സ്വലാത്തുൽ ഇൻസാനി, മനുഷ്യന്റെ നിസ്കാരം. അലാമൻ മാത്ത, മരിച്ചുപോയ ഒരാളെ മേലുള്ള നിസ്കാരം. പിന്നെ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ ഫിൽ മശാരിഖിൽ അർളി മഗാരിബിഹ, കിഴക്കോ പടിഞ്ഞാറോ എവിടെ ഒരാൾ മരിച്ചു. വഗസ്സലു, അവർ കുളിപ്പിച്ചു. വകഫനു, കഫൻ ചെയ്തു. ഫീ ദാലിക്കൽ യൗമി, ആ ദിവസത്തിൽ തന്നെ കഫൻ ചെയ്ത് കുളിപ്പിച്ച് ഒക്കെ ചെയ്തു. അങ്ങനത്തെ ഒരു മയ്യത്തിന് ഒരാൾ നിസ്കരിച്ചു. അയാൾ മുസ്ലിമാണ്. ആ മുസ്ലിമായ ഒരു മയ്യത്തിന്റെ മേൽ ഇവിടെ ഒരാൾ നിസ്കരിച്ചു. അങ്ങനെയുള്ള ഈ നിസ്കാരം അൽ ഖിയാസു യഖ്തദി, ഖിയാസ് വേണമെന്താ തേടുന്നത്? ജവാസഹ, ആ നിസ്കാരം ജവാസാണെന്നല്ലേ തേടുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തതിനുള്ള ഉദാഹരണം. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഖിയാസ് പറ്റും, ജുസിയ ഖിയാസ് പറ്റും എന്നായി. മഹാനായ നബി തങ്ങൾ നജ്ജാസി രാജാവിനെ നിസ്കരിച്ചില്ലേ? അങ്ങനെ കഥയുണ്ടല്ലോ അല്ലെ. നജ്ജാസി രാജാവിന്റെ പേരിൽ ഹബീബായി നിസ്കരിച്ചു. നബി മദീനത്തല്ലേ. അങ്ങനെ ഇരിക്കെ ആ മറഞ്ഞ മയ്യത്തിന്റെ മേൽ വ്യക്തമായൊരു മയ്യത്ത്, അത് ജുസിയല്ലേ. അപ്പൊ അതിന്റെ മേൽ ഖിയാസ് ആക്കിയിട്ട് മറഞ്ഞ മയ്യത്തിന് നിസ്കരിക്കാമെന്നല്ലേ. അപ്പൊ ജുസിയ ഖിയാസ് പറ്റുമെന്നല്ലേ ഇതിന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ആകെപ്പാടെ പൊളിച്ചടക്കിപ്പോ ഇനിയൊന്നും പറയാനല്ല. അലൈഹർ റുഇയാനിയോ, എന്നാൽ ഈ പറഞ്ഞതാണ് റുഇയാനി ഇമാമിന്റെ അഭിപ്രായം. കാരണം ലി അന്നഹ, നിശ്ചയമായിട്ടും നിസ്കാരം സലാത്തുൻ അലാ ഗായിബിൻ, മറഞ്ഞ ആളുടെ മേലുള്ള നിസ്കാരമാണത്. വൽ ഹാജത്തു, ആവശ്യമാണല്ലോ ഉണ്ട്. ദാഇയത്തുൻ ലിദാലിക, അതിലേക്ക് ആവശ്യം ക്ഷണിക്കുന്നുമുണ്ട്. എന്തിനാ ആവശ്യം ക്ഷണിക്കണ പൈല്? നിസ്കരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമുണ്ടായിട്ടല്ല, നിസ്കാരം ജായി തന്നെയാണ്. അത് ആവശ്യം ക്ഷണിച്ചത് മുസല്ലി വൽ മുസല്ല അലേഹിം, നിസ്കരിക്കുന്ന വ്യക്തിക്കും നിസ്കരിക്കപ്പെടുന്ന മയ്യത്തില്ലേ ആ മയ്യത്തിനും ഉപകാരം കിട്ടാൻ വേണ്ടിട്ട് തന്നെ. പ്രാർത്ഥനല്ലേ, അത് കിട്ടും. വലം യരിദ് മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബയാനുൻ, എന്നാൽ ബയാനുൻ ലിദാലിക, അതിനെ വിശദീകരിക്കുന്ന വല്ലതും നബി തങ്ങൾ വാരിദായിട്ടുമില്ല എന്നിരിക്കെ ഇവിടെ ഖിയാസ് നടത്തിയില്ലേ. അപ്പൊ ശരിയായി. ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞ ഉദാഹരണം സലാത്തുൽ ഇൻസാനി പറഞ്ഞല്ലോ, അതാണ് ആദ്യത്തെ ഉദാഹരണം. ആ ഉദാഹരണത്തിൽ ഖിയാസ് പറ്റൂല എന്നതിനുള്ള ന്യായം അൽ-ഇസ്തിഗ്നാഉ അൻഹു, ഖിയാസിനെ തൊട്ട് ആവശ്യം തീരലാണ്. എന്തുകൊണ്ട്? ബിഉമൂമിൽ ഹാജത്തി, പൊതുവെ ആവശ്യം ഉണ്ടല്ലോ. അത് ആ ഒരു നിലപാട് വെച്ചുമ്പോ അവിടെ ഖിയാസ് വേണ്ടല്ലോ. അത് ഒഫിസാനി, അതുകൊണ്ട് ഖിയാസ് അതിന് വേണ്ട. ഒരു ഉദാഹരണത്തിന് ഇനി രണ്ടാമത്തെ സിഖ് എന്ന് പറഞ്ഞാൽ മുഖ്തദിലെ ഖിലാഫിലേക്ക് ആവശ്യമാവാം. അത് മുആറളത്തു ഉമൂമിൽ ഹാജത്തി ലഹു, ആവശ്യം ആമാവുക എന്നുള്ളത് ഖിയാസിനോട് എതിരാണല്ലോ. അതുകൊണ്ട് അവിടെ ഖിയാസ് പറ്റൂല എന്നുള്ളതാണ് മൻഅ ചെയ്ത ആളുകൾക്കുള്ള ന്യായം. എന്നാൽ ആദ്യത്തേതിലും
രണ്ടാമത്തേതിലും ഖിയാസ് പറ്റുമെന്നാണല്ലോ അസഖ്. വൽ മുജീസു ജായിസാക്കുന്ന ആള് ഫിൽ അവലി ഒന്നാമത്തെ ഷിഖിൽ ഖിയാസ് പറ്റും എന്ന് പറയുന്ന ആൾ ഖാല പറഞ്ഞു ലാ മാനിഅ മിൻ ലമ്മി ദലീലിൻ ഇലാ ആഖിറ, ഒരു ലക്ഷ്യത്തെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് കൂട്ടുന്ന തടസ്സമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. ഒന്നാമത്തെ എന്താ, മരിച്ച ഒരാളുടെ മേലിൽ, എവിടെയോ മരിച്ച ഒരാളാണ്, അയാളെ കുളിപ്പിച്ചു കഫൻ ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരാൾ നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചാൽ അത് പറ്റും. അവിടെ ഖിയാസ് തോന്നുന്നത് എന്താണ്, അങ്ങനെ നിസ്കരിച്ചാൽ പറ്റും എന്നല്ലേ? പറ്റും. അങ്ങനെ അയത്ത ദലീൽ ഈ ദലീൽ ഇതികൾ കൂട്ടി കൊടുത്തപ്പോ എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ലല്ലോ എന്നാ. ഒബിസ്ഥാനി പിന്നെ രണ്ടാമത്തത് മുഖത്തൽ ഖിലാഫിലേക്ക് ആവശ്യം വന്നത്. അവിടെ എന്താ ചെയ്തത്? അവിടെ ഖുദ്ദിമൽ ഖിയാസു അലാ ഉമൂമിൽ ഹാജത്തി, ആവശ്യം പൊതുവെ ഉണ്ട്, അതിനേക്കാൾ മുന്തിക്കേണ്ടത് ഖിയാസല്ല, അത് മുന്തിച്ചു വെച്ചു. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ നിങ്ങളുടെ ന്യായം ശരിയായില്ല. അപ്പൊ അസഖിന്റെ ന്യായം പറ്റും, അത് പറഞ്ഞു തന്നു. ഇനി വേറൊരു കൂട്ടരിതാ വരുന്നത്, ഓരത്തെ അങ്ങനല്ല. ഓ മനാഹറൂന, വേറെ കൂട്ടം പണ്ഡിതന്മാർ തടഞ്ഞു അൽ ഖിയാസ, ഖിയാസിനെ ഫിൽ അഖ്ലിയാത്തി, അഖ്ലിയായ കാര്യങ്ങളിൽ പറ്റൂല ഖിയാസ്. ആരു അവർ പറയുന്നു അഖ്ലിയായ കാര്യങ്ങൾ പറ്റൂല എന്ന് പറയാം. അൻഹു, ഖിയാസിനെ തൊട്ട് അഖ്ലിയായ കാര്യങ്ങളൊക്കെ ആവശ്യം തീർന്നില്ലേ? എന്തുകൊണ്ട്? ബിൽ അഖ്ലി, അഖ്ല് കൊണ്ട് തന്നെ ആവശ്യം തീർന്നു പോയി. അതുകൊണ്ട് വമൻ അജാസ, അപ്പോ ജായിസാക്കുന്നവർ ഖാല പറഞ്ഞു ലാ മാനിഅ മിൻ ലമ്മി ദലീലിൻ ഇലാ ദലീലിൻ ആഖറ, ഒരു ലക്ഷ്യത്തിനെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് കൂട്ടുന്ന യാതൊരു തടസ്സം ഇവിടെ ഇല്ലല്ലോ, പിന്നെന്താ ഖിയാസാക്കുന്നതിന് എന്ന് മറുപടിയും. മിസാലു ദാലിക, ഇനി അതിനൊരു ഉദാഹരണം നമ്മൾ പറയാം. ഖിയാസുൽ ബാരി തആല, പടച്ച റബ്ബിനെ ഖിയാസാക്ക അലാ ഖൽഖിഹി, അല്ലാഹു തആല സൃഷ്ടിച്ച സൃഷ്ടികളുടെ മേലിൽ. ഇവിടെ കുഫറൊന്നും വരൂലേ, പേടിക്കണ്ട. ഖിയാസാക്കണം എങ്ങനെ? എന്ത് വിഷയത്തില്? സൃഷ്ടാവാണെന്നോ ദൈവമാണെന്നോ ഇലാഹാണെന്ന വിഷയത്തിലല്ല. ഫി അന്നഹു യുറ, അള്ളാഹുവിനെ കാണപ്പെടുന്നുണ്ട്, സൃഷ്ടികളെയും കാണപ്പെടുന്നുണ്ട്. സൃഷ്ടികളെ കാണപ്പെടുന്നത് എന്തുകൊണ്ടാ? ബിജാമിൽ വുജൂദി, ഇവിടെ എല്ലാവരും കാണാൻ പറ്റുന്ന രൂപത്തിൽ വുജൂദുണ്ട്. അപ്പൊ നേർക്കുന്നവർ എല്ലാരും കാണുന്നുണ്ട്, ഇവർക്കൊക്കെ വുജൂദുണ്ടല്ലോ. വുജൂദുള്ളതിനല്ലേ കാണുകയുള്ളൂ. ഇത് ഹുവ ഇല്ലത്തു റുഇയ്യത്തി, വുജൂദ് എന്ന് പറയുന്നത് കാണാനുള്ള കാരണമല്ലേ? അപ്പൊ സൃഷ്ടികളായ നമ്മൾ തമ്മിൽ കാണുന്നു, നമുക്ക് വുജൂദുണ്ട്. അത് ഇല്ലത്തല്ലേ കാണാൻ? എന്നതുപോലെ അള്ളാനെ കാണും സ്വർഗത്തില്. അള്ളാനെ കാണുമല്ലോ, ഉറപ്പല്ലേ, നമ്മൾ വിശ്വസിക്കണ്ടേ? അപ്പൊ അള്ളാനെ കാണുക എന്നുള്ളത് എന്തുകൊണ്ട്? അള്ളാഹ് വുജൂദാണ്, വുജൂദായ അള്ളാനെ കാണുള്ളൂ. അപ്പൊ റെഡിയായില്ലേ? ഇങ്ങനത്തെ ഖിയാസ്. അള്ളാഹുത്താനെ കാണുക എന്നുള്ളതും വുജൂദ് അഖ്ലിയല്ലേ? ആണല്ലോ. അപ്പൊ ഖിയാസ് പറ്റിയല്ലോ, പറ്റി. വ മനഉ ആഖിറൂന, വേറൊരു കൂട്ടര് ഖിയാസിനെ തടഞ്ഞു. ഫിൽ അസ്ലിയി, അസ്ലിയിനെ നഫി ചെയ്യുക. ആ നഫിയിൽ ഖിയാസ് പറ്റൂല. അസ്ലിയിനെ നഫി ചെയ്തിട്ടുണ്ട്, ആ നഫിയിൽ ഖിയാസ് പറ്റൂല എന്ന് പറഞ്ഞാൽ ഒന്ന് തെളിച്ചു പറയട്ടെ. ഐ ബഖാഇ ഷൈ, ഒരു വസ്തുവിനെ അവശേഷിപ്പിക്കുക. അലാമാ കാന ഖബല വുറൂദി ഷൈ ശറഇ, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ആ വസ്തു എങ്ങനെ ഉണ്ടായിരുന്നുവോ അതേ ഉണ്ടായ അതേ നിലപാടിൽ ആ വസ്തുവിനെ എന്താക്കുക? അവശേഷിപ്പിക്കുക. എങ്ങനെ അവശേഷിപ്പിക്കുക? ഹുക്കുമ് ഫീ, അതിൽ ഹുക്കുമ് ഇല്ലാതിരിക്കുക. ഹുക്കുമ് ഇല്ലാതിരിക്കുക എന്നൊരു നിലപാടായിരുന്നു ശറഅ് വരുന്നതിന് മുമ്പ്. അതിന്റെ അവസ്ഥ അതേ നിലപാട് നിർത്തുക. എന്തിന്? ലിന്തിഫായി മുദിരിക്കിഹി, അതിന്റെ ലില്ലത്ത്, അതിന്റെ ലക്ഷ്യം ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് മുന്തഫി ആയത്, അതിന് ലക്ഷ്യമല്ല. അപ്പൊ അത് മുന്തഫിയാണ്. ലക്ഷ്യം ഇല്ലാതെ ആയത് എങ്ങനെ? ബി അല്ലം യജിദിൽ മുജ്തഹിദു ബഅദൽ ബഹ്സി അൻഹു, ആ ഒരു വിഷയത്തെക്കുറിച്ച് ഗവേഷകനായ ഒരു പണ്ഡിതൻ നല്ലോണം ചർച്ച നടത്തി നോക്കുമ്പോൾ അതിന് പറ്റുന്ന ഒരു വിധി കൽപ്പിക്കാൻ പറ്റുന്ന തെളിവ് കിട്ടിയില്ല. അങ്ങനെ തെളിവില്ലാത്തത് കൊണ്ട് അതിന്റെ മുതറക്കില്ലാതെയായി. മുതറക്ക് ഇല്ലാതെയായതുകൊണ്ട് അത് വിധിയുമില്ലാതെയായി. അങ്ങനെ വിധി ഇല്ലാതിരിക്കുക എന്നൊരു അവസ്ഥയാണ് അതിനുള്ളത്. അത് അങ്ങനെ തന്നെ അവശേഷിപ്പിക്കുക. ഇതാണ് നഫിയുൽ അസ്ലി. അങ്ങനത്തതിൽ ഖിയാസ് പറ്റൂല. ഫൈദാ വുജിദ ശൈഉൻ യസ്ഉ ദാലിക, വല്ലപ്പോഴും എത്തിക്കപ്പെട്ടാൽ വല്ലതും കിട്ടിയാല് എന്ത്? അതിനോട്, ഏതിനോട്? ആ ഷൈഇനോട് തുല്യമാവുന്ന വല്ല ഷൈമാർ കിട്ടിയാൽ ലാ ഹുക്മ ഫീഹി, അതിൽ എന്തില്ല? വിധിയില്ല.
അതിൽ വിധിയേ ഇല്ല. അങ്ങനത്തത് പോലെ സംഗതി ഇവിടെ കിട്ടി. അതിലാണെങ്കിൽ വിധിയിട്ടില്ലേനും. ഇങ്ങനെ വന്നാൽ എന്താ പറയാ? ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ലാ യുഖാസു അലാ ദാലിക, ഈ പുതിയതായൊരു വസ്തു ഉണ്ടായാൽ വിധിയില്ലാത്ത മറ്റൊരു വസ്തുവിന്റെ മേൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഖിയാസാക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അവിടെ അസ്ലിന് നഫിയാണല്ലോ, അസ്ലിന് വിധിയില്ലല്ലോ. അപ്പൊ അസ്ലിയെ നഫി ചെയ്തു. ആ നഫി കൊണ്ട് ഖിയാസിനെ തൊട്ട് ആവശ്യം തീർന്നു. അപ്പൊ ഖിയാസ് പറ്റൂല. നിങ്ങൾ അങ്ങനെ പറയല്ലേ, ഞങ്ങൾക്ക് വേറെ തെളിവുണ്ട്. വക്കീല ഖിയാസ് പറ്റും. യുഖാസു ഖിയാസാക്കപ്പെടും. കാരണം ഇത് ലാമാനിയ ദലീലിൻ ഇലാഖറ, ഇതിന് ലക്ഷ്യമില്ലാന്ന് കരുതിയോണ്ട്, വിധിയില്ലാന്ന് കരുതിയോണ്ട് സ്വിപ്പാവണ്ട. ലക്ഷ്യം കിട്ടിയാൽ ആ ലക്ഷ്യത്തിന് വിധിയില്ലാത്ത അതിലേക്ക് ചേർക്കും, എന്നിട്ട് വിധി ഉണ്ടാക്കാം. അതിനെന്താ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇനി പറയുന്നത് തഖദ്ദമ ഖിയാസുൽ ലുഗത്തി, ലുഗത്തിൽ വരുന്നൊരു ഖിയാസ് ഉണ്ട്. അത് മുമ്പ് പറഞ്ഞു പോയിട്ടോ. ഫി മബ്ഹസിഹ, അതിന്റെ ചർച്ച മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, 1-ാം ജുസിലായിരിക്കാം. ലി അന്ന ദിക്റുഹു ഹുനാക, പിന്നെ എന്തിനാ അത് അവിടെ പറഞ്ഞു, ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചോദ്യം ഉണ്ടാവില്ലേ? ആ ചോദ്യം ഉണ്ട്, അതിന് മറുപടി തരാം. ലി അന്ന ദിക്റഹു, ഈ ഖിയാസിനെ ഹുനാക അവിടെ പറഞ്ഞു, ആ പറഞ്ഞോടത്ത് പറഞ്ഞു. അതെന്താ കാരണം? അത് അൻസബു, അത് ഏറ്റവും യോജിച്ചത് അവിടെയാണ്. മിൻ ദിക്രി മുഅല്ലമിഹിം ലഹു ഹുന, ഈ ബാബിൽ ഈ ലുഗത്തിന്റെ ഖിയാസിനെ പറയുന്നതിൽ ഏറ്റവും ബഹുഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞു ഇവിടെയാ. ഇവിടെ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവിടെയാ. അതുകൊണ്ടാണ് അതവിടെ പറഞ്ഞത്. എന്നാ പിന്നെ മുസന്നിഫ് തഖദ്ദമ ഖിയാസുൽ ലുഗത്തി എന്ന് പറഞ്ഞല്ലോ, അതെന്തിനും ഇവിടെ പിന്നെ പറഞ്ഞതാ. വനബ്ബഅലൈഹി, മുസന്നിഫ് അതിന്റെ മേൽ ഉണർത്തി. അതെന്തിനാ ഉണർത്തുന്നത്? ലി അല്ലാ യുളന്ന അന്നഹു അഗ്ഫലഹു, അത് തോന്നാതിരിക്കാനേ. എന്താ ഈ ഖിയാസൊക്കെ പറഞ്ഞല്ലോ, ഇനി ലുഗത്തിൽ ഖിയാസ് പറ്റൂലേ? എന്തിപ്പോ മുസന്നിഫ് അത് പറഞ്ഞു തോന്നൂലേ? അത് മുസന്നിഫിന് വിട്ടുപോയോ? ഇല്ല, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടേ. മുമ്പ് പറഞ്ഞത് ഉണർത്തി തന്നതാണ്. മുസന്നിഫ് അതിനെ തൊട്ട് അശ്രദ്ധവാനായി എന്ന് നിങ്ങൾ ആരും വിചാരിക്കും വേണ്ട. അതില്ലാതിരിക്കാനാണ് ഈ ഉണർത്തൽ. അൽഹംദുലില്ലാഹ്. എന്താലേ വസഹീഹു, എന്നാൽ ഒരുപാട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. മുഴത്തമെന്ന് പറയട്ടെ. വസഹീഹു, സഹീഹാവുന്നത് അന്നൽ ഖിയാസ ഹുജ്ജത്തുൻ, ഖിയാസ് ലക്ഷ്യത്തിന് പറ്റും. അതുകൊണ്ട് നമ്മൾ ഖിയാസ് അംഗീകരിക്കുന്നു തെളിവായിട്ട്. നമുക്ക് തെളിവുണ്ടല്ലോ, പേടിക്കണ്ട. ലി അമലിൻ കസീരിൻ മിന സ്വഹാബത്തി ബിഹി, ഖിയാസ് കൊണ്ട് സ്വഹാബാക്കിൽ നിന്ന് അധിക പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. മുത്തക്കർറിർ, പലവട്ടമായിട്ടുണ്ടായിട്ടുണ്ട്. സാഇയൻ, അത് വ്യാപിച്ചിട്ടുണ്ട്. എന്തോടൊപ്പം മഅസുകൂത്തിൽ ബാഖീന, ബാക്കിയുള്ള സ്വഹാബാക്കൾ മിണ്ടാതിരുന്നു. ആ മിണ്ടാതിരിക്കലോടെ ഖിയാസ് കൊണ്ടുള്ള പ്രവൃത്തി സ്വഹാബാക്കൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്, പലവട്ടമുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കിടയിലും സുപരിതവുമാണ്. അല്ലതീ, എങ്ങനത്തെ സുക്കൂത്ത്? ആ സുക്കൂത്താകുന്നത്, അത് അല്ലെങ്കിൽ പറഞ്ഞാല് സുക്കൂത്തിന് സിഫത്ത്. എങ്ങനത്തെ സിഫത്ത് എന്നറിയോ? ഒഹുവ, അഹുവ, ആ സുക്കൂത്താകുന്നത് ഫീ മിസ്ലി ദാലിക, ഇതുപോലോത്തതിൽ മിൻ നുസൂൽ ആമ്മ, പൊതുവെ ആമ്മാണ്, എല്ലാവർക്കും ആമ്മാണ്. അങ്ങനെ ആമ്മായ അടിസ്ഥാനത്തിലായ സ്ഥിതിയിൽ ഈ പറയപ്പെട്ടത് പോലോത്തതിൽ സുക്കൂത്ത്. എങ്ങനത്തെ സുക്കൂത്ത്? ആ സുക്കൂത്ത് വിഫാഖുൻ, യോജിച്ചതാണ്. അപ്പൊ അല്ലദീ സിഫത്ത് ഹുവ എന്ത് ചെയ്യാ? മുബ്തദയാക്കുക. ഫീ മിസ്ലി ദാലിക എന്നുള്ളതിന്റെ താല്ലുക്ക് വിഫാഖിനോട്. വിഫാഖ് എന്നുള്ളത് ഖബർ, മിനൽ ഉസൂൽ ആമ എന്നുള്ളത് ഹാലു ആക്കിക്കളി. ദാലിക എന്നത് ഹാലാക്കുക. ഇങ്ങനെയൊക്കെ പാടാണ് ഇബാറത്ത്. ആദത്തൻ, പതിവിൽ യോജിക്കുക. അങ്ങനെ ഉണ്ടല്ലോ. വലി ഖൗലിഹി തആല, സ്വഹാബാക്കൾ ചെയ്ത് മാത്രമല്ല തെളിവ്, വിശുദ്ധമായ ഖുർആനും തെളിവാണ്. ഫഅ്തബിറൂ യാ ഉലിൽ അൽബാബ് എന്നില്ലേ, ബുദ്ധിയുള്ള ആളുകളെ ചിന്തിക്കുക. ഇവിടെ വല്ല ഇഅ്തിബാറു യഅ്തബിറു എന്നല്ല പറയുമ്പോൾ ആ ഇഅ്തിബാറിന്റെ അർത്ഥം ഖിയാസു ശൈഇ ബിശൈഇ, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് ഖിയാസാക്കുക എന്നുള്ളതാണ് ഇഅ്തിബാറിന്റെ അർത്ഥം. എങ്കിൽ ഖിയാസ് പറ്റുമെന്നല്ല സ്വഹീഹ് തെളിവ് നമ്മൾ പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങളിൽ പറ്റുകയില്ല. ഇല്ലാ ഫിൽ ഉമൂരിൽ ആദിയത്തി വൽ ഖിൽഖിയത്തി,
സൃഷ്ടിപ്പിലെ ഉള്ളതായ കാര്യം, പതിവായുള്ളതായ കാര്യം, ഈ രണ്ടു രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഖിയാസ് പറ്റില്ല. അവൽ ആദിയത്തി വൽ ഖിൽഖിയത്തി എന്ന് പറഞ്ഞാൽ അയില്ലത്തി തർജിഉ ഇലൽ ആദത്തി വൽ ഖിൽഖത്തി, ഖിൽഖത്തിലേക്കും അഥവാ സൃഷ്ടിപ്പിലേക്ക്, ആദത്ത് പതിവിലേക്കും സൃഷ്ടിപ്പിലേക്കും മടങ്ങുന്നതായ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഖിയാസ് പറ്റൂല. അതിന്റെ ഉദാഹരണം, രണ്ടിനും കൂടി പറ്റുന്ന ഉദാഹരണം അഖലുൽ ഹൈള്, അഖലുൽ നിഫാസ്, അഖലുൽ ഹംല്, അല്ലെങ്കിൽ അക്സറുൽ ഹൈള്, അക്സറുൽ നിഫാസ്, അക്സറുൽ ഹംല്. കുറഞ്ഞ ശുദ്ധി കുറഞ്ഞ ഹൈള്, അധികരിച്ച ഹൈള്, കുറഞ്ഞ നിഫാസ്, അധികരിച്ച നിഫാസ്, കുറഞ്ഞ ഗർഭം, അധികരിച്ച ഗർഭം. ഇത് രണ്ടിനും കൂടിയുള്ള ഉദാഹരണമായി ആദത്തിലേക്കും അക്കലിലേക്കും. ആദത്തിലേക്കും മടങ്ങുന്നു ഏതെന്നറിയാമോ? അക്കല്. ഹൈദ് എന്ന് പറഞ്ഞാൽ ഖിൽഖത്തിലേക്ക്, നിഫാസും ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ ഫലാ യജൂസു സുബൂതുഹ, ഇവകളെ സ്ഥിരപ്പെടുത്താൻ കഴിയൂല ബിൽ ഖിയാസി, ഖിയാസ് കൊണ്ട്. ആന്താലി അന്നഹ, ഇവകൾ വിഷയം, ലാ യുദ്റകുൽ മഅന ഫീഹ, ഈ പറഞ്ഞ ഈ വസ്തുക്കളിലുള്ള അർത്ഥം മനസ്സിലാക്കപ്പെടാൻ കഴിയൂല. അപ്പോ ഫയർജിഉ ഫീഹ, ഇത്തരം കാര്യങ്ങളിൽ മടക്കം എവിടേക്കാ? ഇലാ ഖൗലി സാദിഖി, അത് ഹബീബാലിബിന്റെ വാക്കിലേക്കാണ്. അവിടെയും വരുന്നൊരു ഖീല പറയപ്പെട്ടു, യജൂസു പറ്റും. കാരണം ലി അന്നോ ഖദ് യുദ്റകു, ചിലപ്പോൾ അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കപ്പെടാൻ പറ്റൂലെന്നും പറഞ്ഞ് അത് കഴിഞ്ഞു. ഇനി നമുക്ക് പറ്റാത്തത് വഇല്ലാ ഫീ കുല്ലിൽ അഹ്കാമി, എല്ലാ വിധികളിലും എന്തു പറ്റൂല? ഖിയാസ് പറ്റൂല. അപ്പൊ വലാ യജൂസു സുബൂതുഹ, വിധികളെ സ്ഥിരപ്പെടുത്താൻ കഴിയൂല ബിൽ ഖിയാസി, ഖിയാസ് കൊണ്ട് വിധികളെ സ്ഥിരപ്പെടുത്താൻ പറ്റൂല. കാരണം ലിഅന്ന മിൻഹ, ആ വിധികളിൽ ഉണ്ട് മാലാ യുദ്റകു മഅനാഹു, അർത്ഥം തിരിയാത്തതുണ്ട്. അതിന് ഉദാഹരണം വുജൂബിദ്ദിയത്തി അലൽ ആഖിലത്തി, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ട വ്യക്തിക്ക് കുടുംബത്തിന് എന്ത് വേണ്ടി? കൊന്നോന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ദിയ കൊടുക്കണ്ടേ? അപ്പൊ ആഖിലത്തിന്റെ മേലിൽ ദിയത്ത് നിർബന്ധമാണ് എന്നതിന് അർത്ഥം തിരിയൂല. അതൊരു വിധിയാണ്, വുജൂബാണ്. അതിന് അർത്ഥം നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന് ഖിയാസ് പറ്റൂല. ഖീല പറഞ്ഞിട്ടുണ്ട്, പറയപ്പെടുന്നു യജൂസ് പറ്റും. എങ്ങനെ? ബിമാന അന്ന കുല്ലം മിനൽ അഹ്കാമി, ഹുക്കുമുകളിൽ നിന്ന് എല്ലാം സാലിഹുൻ പറ്റുന്നതാണ്. ലി അൻ യുസ്ബത ബിൽ ഖിയാസി, ഖിയാസാക്കൽ കൊണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റുന്നതാണെന്ന് അർത്ഥം വെക്കുക. എന്നിട്ട് ഖിയാസാക്കാൻ പറ്റും. അതെങ്ങനെ? ബി അൻ യുദ്റക മഅനാഹു, അതിന്റെ മാനയെ മനസ്സിലാക്കപ്പെടുക, അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാന്നർത്ഥം. വജൂബു ദിയ്യത്തി അലൽ ആഖിലത്തി, ആഖിലത്തിന്റെ മേൽ ദിയ്യത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞത് മഅനൻ യുദ്റകു, മനസ്സിലാക്കാൻ പറ്റുന്നർത്ഥമുണ്ട്. ആ അർത്ഥം ഏതാണ്? ഇആനത്തുൽ ജാനി, ആക്രമിച്ച ആളില്ലേ അയാളെ സഹായിക്കുക. ഫീമ, ഒന്നില്, ഹുവ അയാൾ, മഅദൂറും ഫീഹി, അക്കാര്യത്തിൽ അയാൾ കാരണം നൽകപ്പെട്ട ഒരാളല്ലേ, അപ്പോൾ കഴിച്ചിലാവണ്ടേ, അതിനെ കഴിച്ചിലാകാൻ വേണ്ടി സഹായിക്കുക. അങ്ങനെ സഹായിക്കുക എന്നതിനർത്ഥം ആഖിലത്തിന്റെ വുജൂബ് ദിയ്യത്ത് അലാഖിലത്തിലുണ്ടല്ലോ എന്ന്. ഏതുപോലെ കമായു ആലിമു, കടം വാങ്ങിയവനെ സഹായിക്കും പോലെ, ലി ഇസ്ലാഹി ദാത്തിൽ ബൈനി, രണ്ട് പേര് പിണങ്ങിയാൽ അവർ പിണക്കം നന്നാക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങി, അത്തരം ആളുകളെ സഹായിക്കാലോ. ബിമാ യുസ്റഫു ഇലൈഹി മിന സക്കാത്തി, ഒന്നുകൊണ്ട് ആ കടക്കാരിലേക്ക് തിരിക്കപ്പെടുന്ന എന്താണൊന്ന്? സക്കാത്ത. അപ്പൊ സക്കാത്തിന്റെ മുതലിൽ നിന്ന് ഒരവകാശിയായിട്ട് ഇയാൾ വരുന്നുണ്ടല്ലോ, അപ്പൊ അയാൾക്ക് സഹായല്ലേ എന്നതുപോലെ സഹായിക്കുക ഒരു നിലപാട് വുജൂബു ദിയ്യത്തി അൽ ആഖിലത്തിലുണ്ടല്ലോ. അപ്പൊ പറ്റും. നല്ല തെളിവുകളാ, നല്ല ന്യായങ്ങളും. ഏതായാലും സഹിയായ അഭിപ്രായ പ്രകാരത്തിലൊന്നും പറ്റൂലേ. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് തുടരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ നിരൂപണങ്ങളും ഞാൻ വിട്ടതിന്റെ എല്ലാ പ്രതികരണങ്ങളും എനിക്ക് കേൾക്കണം. എന്തെങ്കിലും എനിക്ക് ക്ലാസ് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ. ഞാൻ ഉറക്കം തോന്നിയതൊക്കെ പറഞ്ഞു പോയത് ചിലതുണ്ടാവും, തിരുത്താനും ആഗ്രഹിക്കണം, തിരുത്തിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ബഹുമാനപ്പെട്ട ഗ്രൂപ്പിലേക്ക് ഞാൻ വിടട്ടെ. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ, നമ്മളെ ഇരു വീട്ടിലും വിജയിപ്പിക്കട്ടെ. നന്നായി ഉഷാറായി പഠിക്കാനും എല്ലാവർക്കും മനസ്സിലാക്കുവാനും നാഫിയ ഇൽമു നൽകി ബുദ്ധി നൽകി അള്ളാഹു നമ്മെ വികസിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.